ആദ്യമായി ചെയ്തു തുടങ്ങിയ ഒരു ഗൂഢപ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കവിത എഴുത്തായിരുന്നു. അശ്വിനിയോട് ഞാനൊരു സത്യം പറഞ്ഞാൽ എനിക്ക് 6-ാമത്തെ വയസ്സിലൊരു കാമുകിയുണ്ടായിരുന്നു. സ്നേഹത്തിൻ സന്ദേശങ്ങൾക്ക് അവധികളില്ല, മന്ത്രൌഷധമായിട്ടുള്ളത് സ്നേഹം മാത്രം. നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് പ്രശസ്ത കവിയായ ഗിരീഷ് പുളിയൂരാണ്. നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം സർ. സർ, എങ്ങനെയാണ് സാർ ഈ കവിത എന്നുള്ള ഒരു മേഖലയിലോട്ട് എത്തിപ്പെടാനുള്ള ഒരു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ ഇതേപോലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാസ്തവങ്ങളെ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. കവിത എനിക്ക് കുടുംബപരമായിട്ട് കിട്ടിയതാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നാട്ടിലറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു പുലിയൂർ ലക്ഷ്മണൻ പിള്ള. അവിടുത്തെ വലിയ കവിയായിരുന്നു, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്നത് പോലെ. ഏകദേശം അവരുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആളാണ്. ഞാൻ ജനിക്കുന്നതിനും 4 വർഷം മുമ്പ് എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. പെറ്റേണൽ ഗ്രാൻഡ് പാ, അതായത് അച്ഛൻ്റെ അച്ഛൻ. പുള്ളിയും കവിതകൾ നന്നായിട്ട് കവിത എഴുതുമായിരുന്നു. ആയുർവേദ വൈദ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറി ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അത് പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്, പേനയല്ല കേട്ടോ. പെൻസിൽ കൊണ്ട് എഴുതുന്നതുകൊണ്ട് മായുന്നില്ല, വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കും. അങ്ങനെ ആയിരിക്കാം, എൻ്റെ രക്തത്തിൽ അതുണ്ടായിരിക്കാം. ഞാൻ 9 വയസ്സ് തൊട്ടേ ആദ്യമായി ചെയ്തു തുടങ്ങിയ ഒരു ഗൂഢപ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കവിത എഴുത്തായിരുന്നു. അങ്ങനെ സ്കൂളിൽ തൊട്ടേ കവിതകൾ എഴുതുമായിരുന്നു. സ്കൂളിൽ തൊട്ടേ കവിത എഴുതുമായിരുന്നു. 4-ാം ക്ലാസ് മുതൽ ഞാൻ കവിതകൾ എഴുതുമായിരുന്നു. 9-ാമത്തെ വയസ്സ്. സാറിന്റെ കവിതകളും കൂടുതൽ പ്രണയമാണല്ലോ, പ്രണയത്തോടനുബന്ധിച്ചിട്ടുള്ള കവിതകളാണല്ലോ കൂടുതൽ എഴുതുന്നത്. അപ്പൊ സ്കൂളിൽ സാറിന് എന്തോ ഒരു പ്രണയത്തിനോടുള്ള പ്രണയങ്ങളുടെ പേമഴ എന്നൊക്കെ പറഞ്ഞാൽ മലയാളി പറയും തള്ളു എന്ന് പറയാം, അല്ലേ? തള്ളു വീരൻ എന്നൊക്കെ വിളിക്കും. അതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വളരെ മാന്യമായ സഭ്യമായ തലങ്ങളിലൂടെ ഒരുപാട് പ്രണയിച്ചെഴുതിയതാണ് കവിതകളൊക്കെ. അശ്വിനിയോട് ഞാനൊരു സത്യം പറഞ്ഞാൽ എനിക്ക് 6-ാമത്തെ വയസ്സിലൊരു കാമുകിയുണ്ടായിരുന്നു. ആ കുഞ്ഞിനും അറിഞ്ഞുകൂടാ, ഈ കുഞ്ഞിനും അറിഞ്ഞുകൂടാ. പക്ഷേ കവിതകളായി എഴുതും. അല്ലല്ല, മനസ്സിനകത്ത് അങ്ങനെയായിരുന്നു. കാരണം അന്നൊക്കെ കാണുന്ന ചില സിനിമകളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കേൾക്കുന്ന, നാട്ടിൽ നിന്ന് കേൾക്കുന്ന ചില കഥകളോ എങ്ങനെയോ പ്രണയം ഉള്ളിൽ കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് പേരിയ്ക്കുമ്പോൾ ഒരാളോട് തോന്നുന്ന ഒരു ഇഷ്ടമായിരുന്നു അന്ന് കുട്ടിയായിരുന്ന എൻ്റെ മനസ്സിലുള്ള പ്രണയം. സത്യമാണ്, ഞാൻ പേര് പറയുന്നില്ല. അവരെല്ലാം ഓരോ സ്ഥലത്ത് മാന്യമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും അറിയില്ല കേട്ടോ ആരെയാണ് നമ്മൾ കൂടുതൽ ഏകാഗ്രമായി ഭജിക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അതൊരു അപാരമായൊരു മണ്ഡലമാണ് ഈ പ്രണയമണ്ഡലം എന്ന് പറയുന്നത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെപ്പാലമൃതോട്ടും പാർവണ ശശിബിംബം ഉള്ളൂർ പാടിയതാണ്. അതിനകത്ത് പറയുന്ന പ്രണയം ഒരു കാമുകനും കാമുകിയും അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള നമ്മൾ ഈ പറയുന്ന അനുരാഗത്തിൻ്റെ പ്രണയം മാത്രമല്ല. അവിടെ പ്രേമം എന്ന് പറയുന്നത് ഒരു എല്ലാവരോടും തോന്നുന്ന സ്നേഹമാണ്. എല്ലാവർക്കും, നമുക്കിപ്പോൾ അച്ഛന് മകളോട് തോന്നും, അമ്മയ്ക്ക് മകനോട് തോന്നും, മുത്തച്ഛന് പേരക്കുട്ടിയോട് തോന്നും, നമുക്ക് നമ്മുടെ നാടിനോട് തോന്നും, പിന്നെ നമ്മൾ ഈ സൂര്യചന്ദ്രാദി ഗണങ്ങളോട് തോന്നും. അങ്ങനെ തോന്നുന്ന സ്നേഹത്തെയാണ് ഉള്ളൂർ പ്രേമം എന്ന വാക്കുകൊണ്ട് ആ പ്രേമസംഗീതം എന്ന കവിതയിൽ പറയുന്നത്. അശ്വിനി ചോദിച്ചത് കൊണ്ടും നമ്മുടെ നാട് ഇന്ന് പ്രണയം എന്ന വാക്കിനെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണ്. പ്രണയത്തിൻ്റെ പേരിൽ ഒരുപാട് കൊല്ലപ്പെടുന്നു, ഒരുപാട് പേർ കൊല്ലുന്നു. അത് കേരളീയർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. 100 വർഷം മുമ്പ് കുമാരനാശാൻ മുങ്ങി മരിച്ചിട്ട് 102 വർഷം ആവുകയാണ്. അദ്ദേഹം എഴുതിയ ദുരവസ്ഥ എന്ന കൃതിയിൽ നമുക്കറിയാം, 2 പേർക്ക് പ്രണയിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന് പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. ഉന്നത കുലമെന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്ന അവിടെയുള്ള സാവിത്രിയും പാടത്ത് പണിയെടുക്കുന്ന ഒരമ്മയുടെ മകനായ ചാത്തനും അന്നത് വലിയ വിപ്ലവം ഉണ്ടാക്കി. അതിൽ നിന്ന് കേരളം വളർന്നു. കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള ഇണകളെ തിരഞ്ഞെടുക്കാനുള്ള സാമൂഹ്യ നിയമമുണ്ടായി, നീതിയുണ്ടായി. ഇപ്പോൾ അത് വീണ്ടും തകരുകയാണ്. തകർന്നു വരികയും പണ്ടുള്ളതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വം, പിന്നീട് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ വേറെ ഒരുപാട് പരിഗണനകൾ, നമ്മൾ എന്തൊക്കെയാണോ തള്ളിക്കളഞ്ഞത് അതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും വരികയാണ്. അതിനൊക്കെ ചില ന്യായീകരണങ്ങളൊക്കെ പലരും നടത്തിയേക്കാം. പക്ഷേ അത് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ്.
അതെ. ഒരാൾക്ക് തൻ്റെ ജീവിത പങ്കാളി ആരാകണമെന്ന് തീരുമാനിക്കാൻ ഒരു സമൂഹം അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. അതെ. അതിന് എതിരെ കലാപമുണ്ടാക്കിയ കൃതിയായിരുന്നു ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒളിച്ചോടി ഇറങ്ങിയ സാവിത്രി എന്ന് പറയുന്ന ഒരു അന്തർജനം എന്നറിയപ്പെടുന്ന ആ ഒരു സമുദായത്തിലെ കുട്ടി ചാത്തൻ എന്ന് പറയുന്ന പാടത്ത് പണിയെടുക്കുന്ന ഒരാളിൻ്റെ അടുത്ത് വരികയാണ്. അടുത്ത് വരുമ്പോൾ മൂരി ശൃംഗാരം കൊണ്ട് നിവർത്തിയില്ലാത്ത ഈ നമ്പൂതിരി കോമാളികളെ കണ്ട് കണ്ട് മടുത്ത സാവിത്രി എന്ന് പറയുന്ന അശ്വിനിയെ പോലെ ഒരു കുട്ടി ചാത്തൻ എന്ന് പറയുന്ന തൊഴിലാളിയായ ഒരു പുരുഷനോടൊപ്പം ജീവിക്കുമ്പോൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. കുറേ ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു. ഒരു കുടിലാണെന്നേ ഉള്ളൂ, പക്ഷേ കൂടെ കഴിഞ്ഞു. രാവിലെയും രാത്രിയും ഒക്കെ കയറി വരുമ്പോൾ വളരെ ഭവ്യതയോടുകൂടി മോശം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന രീതിയിൽ ഒരു വാക്കോ ഒരു നോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവണതയോ ചാത്തനിൽ കാണുന്നില്ല. സാവിത്രിക്ക് ഭയങ്കര ബഹുമാനമായി. ഇങ്ങനെയുണ്ടോ പുരുഷൻ? അതാണെങ്കിലോ നല്ല പണിയെടുത്ത് നല്ല കായികാഭ്യാസം ചെയ്യുന്നത് പോലെ ഉറച്ച ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം മൂരി ശൃംഗാരികളായിട്ടുള്ള ഈ നമ്പൂരി കോമരങ്ങളെയാണല്ലോ. അവരെല്ലാം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ മോശമായിട്ടാണല്ലോ സമീപിക്കുന്നത്. ഇത്രയും അഭിമാനത്തോടെ ആദരവോടെ സ്ത്രീയെ കാണുന്ന ഒരു ചെറുപ്പക്കാരനെ ആരായാലും എനിക്കെന്ത്, അങ്ങനെ ആ പുരുഷനെ സ്ഥിരീകരിക്കുന്നതാണ് അതിൻ്റെ കഥ. അപ്പോൾ എന്താണ് ഒരു പുരുഷനെന്ന് ചോദിച്ചാൽ സ്ത്രീയെ മാനിക്കുന്നവനാണ് പുരുഷൻ, സ്ത്രീയെ ബഹുമാനിക്കുന്നവനാണ് പുരുഷൻ. സ്ത്രീയെ കേവലം ഒരു വസ്തുവായി കാണാതെ ഒരു വ്യക്തിയായി കണ്ട് അതിനെ അംഗീകരിച്ച് ആദരിക്കുന്ന പൗരുഷം ഇന്ന് കേരളത്തിൽ ഉണ്ട് എങ്കിലും എല്ലാവരും അത് അംഗീകരിക്കില്ല. നമ്മുടെ നാട്ടിൽ വീണ്ടും ജാതീയമായിട്ടുള്ള ചേരിതിരിവുകൾ, അതേപോലെ മതപരമായിട്ടുള്ള ചേരിതിരിവുകൾ എല്ലാം ഉണ്ടായി വരുന്നു. അതിന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് അനുവാദം കൊടുക്കുന്നില്ലെങ്കിൽ ആക്രമിച്ച് കൊല്ലുന്നു, ആസിഡ് ഒഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ കൂടി വരുമ്പോൾ പ്രണയം എന്താണ് എന്നുള്ള ചിന്താവിഷയം നമ്മുടെ കോളേജ് കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലൊക്കെ കോളേജിലെ ഡിസ്കഷൻ ഡിബേറ്റ് ഫോറത്തിലല്ലേ സിനിമകളിൽ വരുന്നുണ്ട്. അതെ അതെ, അത് വളരെ ഗംഭീരമായിട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് ആർക്കും ദോഷം വരാൻ പാടില്ല. കേവലം ആദർശാത്മകമായിട്ട് ഏതെങ്കിലും പ്രണയമെന്ന് തെറ്റിദ്ധരിച്ചു പോയി നശിക്കുന്നു പലരും. അതൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് കേരളീയർ എത്രയും ബദ്ധശ്രദ്ധരാകുന്നത് ഈ കാര്യത്തിൽ. എന്തായാലും അതൊരു വിഷയമാണ്. ഞാനത് ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ കുറച്ച് എൻ്റെ മറുപടിയിലൂടെ മാത്രം അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ശേഷിയുണ്ടെന്ന് മലയാള നാട്ടിൽ. എന്തുകൊണ്ടാണ്? നമ്മൾ നല്ല 3.5 കോടി ആളുകളുള്ള ഒരു സമുദായമായി മാറിക്കഴിഞ്ഞു മലയാളി സമുദായം. 3.5 കോടിയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷമം. കാരണം 142 കോടി ഇന്ത്യക്കാരുണ്ട്. ആ 142 കോടിയിൽ 3.5 കോടി മാത്രമേ അശ്വിനി മലയാളികളുള്ളൂ എങ്കിൽ ഏകദേശം 139 കോടിയോളം മറ്റാളുകളാണ് മലയാളം അറിഞ്ഞുകൂടാത്തവരാ. ഇപ്പോഴുള്ള സർവേ എന്താണ്? 20 വർഷം കഴിയുമ്പോൾ എല്ലാ വീടുകളിലും 60 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ കാണൂ. അശ്വിനിയെ പോലെയുള്ള ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരെല്ലാം പറന്ന് വേറെ നാടുകളിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലുള്ള റേഷൻ കാർഡിലും എനിക്ക് വാങ്ങിത്തന്ന നോട്ട് ബുക്കിലും എല്ലാം വലിയ അക്ഷരത്തിൽ അടിച്ചു വെച്ചിരുന്നു 2 ആപ്തവാക്യങ്ങൾ. കേരളം വളർന്ന ആപ്തവാക്യമാണ്. എന്താണെന്നറിയോ? ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം. വേറൊന്നുണ്ടായിരുന്നു, നമ്മൾ 2 നമുക്ക് 2. ഇത് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം തന്നെയാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് അതിൻ്റേതായിട്ടുള്ള മെച്ചങ്ങളൊക്കെ നമുക്കുണ്ടായി. പക്ഷേ അണുകുടുംബങ്ങൾ ഇന്നാണ് ബോംബ് കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലുള്ള ഒരു കുട്ടിക്കോ 2 കുട്ടിക്കോ ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയൊക്കെ വളരെ തിരക്കായിട്ട് ഓടി നടക്കുന്നു. അവർക്കൊന്നും ഒന്നും പറയാൻ പറ്റുന്നില്ല. പണ്ടാണെങ്കിൽ മുത്തച്ഛനുണ്ടായിരുന്നു, മുത്തശ്ശി ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്താണ്? ഒരാളല്ലെങ്കിൽ വേറൊരാളോട് പോയിരുന്ന കാര്യം പറയാൻ പറ്റുമായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. ഇത് അച്ഛനും അമ്മയ്ക്കും ജോലികളുള്ളതുകൊണ്ട് കുട്ടികൾക്കൊന്നും പറയാനോ. വേറൊന്ന് അശ്വിനി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ഏജ് ഡിഫറൻസ് വരുമ്പോഴേ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് വ്യത്യാസമൊന്നും കാണൂല്ലല്ലോ. പക്ഷെ മുത്തച്ഛനാകുമ്പോൾ വലിയ വ്യത്യാസം കാണും. അപ്പോൾ നമ്മളെ വാത്സല്യത്തോടു കൂടി മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പോയിട്ട് അപ്പുപ്പ അല്ലെങ്കിൽ മുത്തശ്ശ, അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ അവരിരുന്ന് ഓരോ കഥകളായിട്ട് പറഞ്ഞു തരും. അത് വലിയൊരു അനുഭൂതിയാണ് കേട്ടോ. അത് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു അനുഭൂതിയാണ്. പക്ഷേ ഞാൻ തിരുത്തി പറയുന്നു, നമ്മൾ 2 നമുക്ക് 2 എന്നുള്ളത് കേരളത്തിൽ മാറ്റുക. നമ്മൾ 6 നമുക്ക് 4. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കുട്ടിയായിട്ടുള്ള അശ്വിനി എങ്ങനെ അത് സ്വീകരിക്കും? നമ്മൾ 6 എന്ന് പറഞ്ഞാൽ ആരാ?
നമ്മളാറെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ 2 മുത്തച്ഛനും 2 മുത്തശ്ശിയും. അപ്പം 4 പേരായില്ലേ? ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും. അപ്പം 6 ആയില്ലേ? നമ്മൾ 6. ഇനി നമുക്ക് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മക്കൾ കേരളത്തിലെ ഒരു ദമ്പതിക്ക്, ഇനി ഉണ്ടാകുന്ന ദമ്പതിക്ക് വേണമെന്ന് പറയുമ്പോൾ അശ്വിനിയെ പോലുള്ള കുട്ടികൾ പറയും, പിന്നെ ഞങ്ങൾ ഇനി 4 മക്കൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് മുത്തശ്ശിമാരെ പോലെ വീട്ടിൽ കിടക്കാനല്ലേ പോണം, ഒന്ന് നിർത്തോ, ഞങ്ങൾക്ക് ലോകം മൊത്തം പറന്നു കിടക്കുക എന്ന് പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നു, അത് സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കേരളീയരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 20 വർഷം കഴിയുമ്പോൾ മലയാളികളുടെ ഇവിടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമുകളല്ല ഇവിടെ വരുത്തേണ്ടത്. നമ്മൾ ഈ നാട്ടിൽ വരുത്തേണ്ടത് കിൻഡർ ഗാർട്ടൻ, നഴ്സറി സ്കൂൾ, പ്രൈമറി സ്കൂൾ, അങ്ങനെ നമ്മുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്നാണ് ഒരു കവി എന്നുള്ള നിലയിൽ ദീർഘദൃഷ്ടിയോടുകൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഈ സാമൂഹത്തെ പരമായിട്ട് സാറിന് സമൂഹത്തിനോട് എന്തെങ്കിലും മെസ്സേജ് ആയിട്ട് എന്തായാലും സാർ കുറേ കവിതകൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കവിത ഏതാണ്? സ്നേഹത്തിന് തെളിവുകളില്ല, സാക്ഷികളില്ല, പറയാനൊരു കാലാവധിയില്ല. സ്നേഹത്തിൻ കൊട്ടാരത്തിന് മതിലുകളില്ല, ആഴങ്ങളിൽ അപകടമുള്ള കിടങ്ങുകളില്ല. മനസ്സിലാവുന്നുണ്ടോ? പാടങ്ങളിലൊന്നും സ്നേഹം വിളയുന്നില്ല, കാണുന്ന മരങ്ങളിലൊന്നും പടരുന്നില്ല, പൊരുതും തിരമാലയിൽ അതിനെ കാണുന്നില്ല, തേടുന്നവരാരും അതിൻ പൊരുളറിയുന്നില്ല. സ്വർണത്തിന് നമ്മൾ മുന്തിയ വില കൽപ്പിച്ചു, വില കൂടിയ വീടിനായി അതിയായി മോഹിച്ചു. കൊമ്പത്തെ കിളികൾ പാടുന്നതു കേട്ടില്ല, മുമ്പത്തെ പോരാട്ടങ്ങൾ ഓർമ്മിച്ചില്ല. സ്നേഹത്തിന് പരിധികളില്ല, പരിമിതിയില്ല, പറയാനൊരു രൂപമതിന്നില്ല. സ്നേഹത്തിൻ സാമ്രാജ്യത്തിൽ തടവറയില്ല, തലമുറകൾ തുടരും കുറ്റവിചാരണയില്ല. പുതിയൊരു ലോകത്തിൽ പുതിയൊരു സ്നേഹം വേണം, അതു നമ്മുടെ നേരുകൾ തൊട്ടു വിടർത്തുക വേണം. സ്വർഗീയ തലങ്ങളിലേക്കത് നമ്മെ നയിപ്പൂ, വർഗീയതയില്ല, മറ്റു വിഭിന്നതയില്ല. സ്നേഹത്തിനുപാധികളില്ല, പദവികളില്ല, പറയാനൊരു കുറവും അതിന്നില്ല. തലമുറകൾ ദാഹിക്കുന്നത് സ്നേഹം മാത്രം, സ്നേഹത്തിന് പഴമകളില്ല, പുതുമകൾ മാത്രം. പുതിയൊരു ലോകത്തിൽ പുതിയൊരു സ്നേഹം വേണം, ലോകത്തിന് പ്രാണസ്നേഹം പകരുക വേണം. കാലത്തിന് ചേരും ദൈവം സ്നേഹം മാത്രം, ഇത്രയ്ക്ക് വിശുദ്ധി എഴുന്നത് വേറൊന്നില്ല. സകലർക്കും നന്മ ലഭിക്കാൻ മറുവഴിയില്ല, സ്നേഹത്തിന് പരിമിതിയില്ല, പഴുതുകളില്ല, പറയാനൊരു പ്രായമതിന്നില്ല. സ്നേഹത്തിൻ സന്ദേശങ്ങൾക്ക് അവധികളില്ല, മന്ത്രൌഷധമായിട്ടുള്ളത് സ്നേഹം മാത്രം. സ്നേഹത്തിൻ സന്ദേശങ്ങൾക്ക് അവധികളില്ല, മന്ത്രൌഷധമായിട്ടുള്ളത് സ്നേഹം മാത്രം, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. ലവ് ഹാസ് നോ ഹോളിഡേയ്സ്. മെസ്സേജ് ഓഫ് ലവ് ഹാസ് നോ ഹോളിഡേ എന്നാണ് എൻ്റെ അർത്ഥം. സ്നേഹത്തിൻ സന്ദേശങ്ങൾക്ക് അവധികളില്ല, എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സ് ആണ്. എന്തിനാ? സ്നേഹത്തിൻ്റെ സന്ദേശം.